ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും യൂട്യൂബിൽ നിന്നായാലും എനി വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓൾ മീഡിയ ഡൗൺലോഡർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ആപ്പ് പരിചയപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് സ്റ്റോറിന് വീഡിയോ മാസ്റ്ററിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് എന്നുള്ള ഒരു ഐക്കണിലുള്ള ആപ്പാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും യൂട്യൂബിൽ നിന്നായാലും നിരവധി ആപ്പുകളാണ് ഇവർ പരിചയപ്പെടുത്തി തരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വേറെ, യൂട്യൂബിൽ വേറെ, അങ്ങനെ നിരവധി വെബ്സൈറ്റിൽ വേറെ വേറെ ആപ്പുകൾ കൊണ്ട് ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പരിചയപ്പെടുത്തി തരുന്നത്. ആ ആപ്പുകളാണെങ്കിൽ കുറച്ച് കാലം വർക്ക് ചെയ്ത് പിന്നെ കുറച്ച് കാലം വർക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ, ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ, അങ്ങനെ ഏത് രീതിയിലും നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ആപ്പ് ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും, അതൊക്കെ നമുക്ക് അലോ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരെ യൂട്യൂബിലേക്ക് പോകാം. യൂട്യൂബിൽ പോയിട്ട് നമുക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ, ഷോർട്സ് വേണമെങ്കിൽ ഷോർട്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നമ്മൾ സെലക്ട് ആക്കി വെക്കാം. അതിൽ ഈ ഒരു ഷെയർ ബട്ടൺ കാണും. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടിയിലായിട്ട് കോപ്പി ലിങ്ക് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോ മാസ്റ്ററിൽ കയറി അവിടെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്താൽ മേലെ ഇങ്ങനെ ഒരു സെർച്ച് ബാർ കാണാം. അവിടെ നമുക്ക് നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുത്താൽ നമ്മുടെ നേരത്തെ വീഡിയോ ഇവിടെ വരുന്നതാകും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് സേവ് ടു മെമ്മറി കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളെ വീഡിയോ ബ്രൗസിൻ്റെ ഇപ്പുറത്തുള്ള ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലാണ് ഇപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100% ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു എന്നുള്ള ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെയർ ബട്ടൺ പോലത്തെ ഒരു സംഭവം കാണാം. അതിലും കൂടി ക്ലിക്ക് ചെയ്താൽ അടിയിലായിട്ട് നമുക്ക് സേവ് വീഡിയോ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ നമ്മുടെ വീഡിയോ നേരെ ഗാലറിയിലേക്ക് സേവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗാലറി പോയി നോക്കിയാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ അവിടെ വന്നിട്ടായിട്ട് കാണാം. ഇനി നമുക്ക് അടുത്തത് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് വേണ്ടത്, ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ ലിങ്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും അതുപോലെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. റീൽസിൽ പോയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഡൗൺലോഡ് ആക്കുന്നത്. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ലിങ്ക് കോപ്പി ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോ മാസ്റ്ററിലേക്ക് പോകാം. ഇനി വീഡിയോ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് നേരത്തെ പോലെ ബ്രൗസിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന അവിടെ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ഈ ഒരു ഇൻ്റർഫേസിൽ വരുന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം അടിയിലായിട്ട് സേവ് ടു മെമ്മറി കാണാം. അപ്പോൾ സേവ് ടു മെമ്മറി ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ആകുന്നത് ബ്രൗസിൻ്റെ ഇപ്പത്തുള്ള ഡൗൺലോഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് 100% ആയതിനു ശേഷം നമുക്ക് അവിടെ ആ ഒരു ചിഹ്നം വരും. ആ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മേലെയായിട്ട് ഒരു ഷെയർ ബട്ടൺ കാണാം. ആ ഷെയർ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് അടിയിൽ സേവ് വീഡിയോ കാണാം. അപ്പോൾ സേവ് വീഡിയോയും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ നേരെ ഗാലറിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാ വെബ്സൈറ്റിലുള്ള വീഡിയോ നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.